നമസ്കാരം. നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടർ എനിക്ക് മുട്ടുവേദനയാണ്, അപ്പോൾ ഞാൻ മുട്ട് മാറ്റി വെക്കണോ, അല്ലെങ്കിൽ മുട്ട് മാറ്റി വെക്കൽ മാത്രമാണ് ഇതിനുള്ള പരിഹാരം, വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ, അതോ മുട്ട് മാറ്റി വെച്ചാൽ പൂർണ്ണമായിട്ട് ശരിയാകുമോ എന്നുള്ള ചോദ്യം കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത്. രണ്ട് തരത്തിലാണ് ഇതിൽ നമുക്ക് നോട്ടിക്കാണാം. നമ്മുടെ പേഷ്യൻസ് രണ്ട് തരത്തിലാണ് കേട്ടോ. ഒരു ചില ആളുകൾക്ക് ചെറിയ വേദന വന്നാൽ തന്നെ പെട്ടെന്ന് മുട്ട് മാറ്റി വെച്ചത് കറക്റ്റ് ആക്കുക എന്നുള്ളൊരു ചിന്താഗതിയുള്ളവരുണ്ട്. വേറെ ചിന്താഗതികളെന്ന് വെച്ചാൽ മുട്ട് ഭയങ്കരമായിട്ട് നടക്കാൻ പോലും വയ്യാമെങ്കിലും മുട്ട് മാറ്റി വയ്ക്കില്ല, എനിക്ക് ഞാൻ ചത്താലും വേണ്ടില്ല, എനിക്ക് മുട്ട് മാറ്റി വെക്കേണ്ടതെന്ന് പറയാത്തവരുണ്ട്. രണ്ട് എക്സ്ട്രീമുണ്ട്. അപ്പോൾ ഈ മുട്ട് മാറ്റി വയ്ക്കൽ എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തിനാണ് മുട്ട് മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും മുട്ടുവേദന ഉള്ള ഒരാൾക്ക് പല കാര്യം കൊണ്ട് മുട്ടുവേദന ഉണ്ടാകും കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒന്ന്, ജോയിൻറ്റിൻ്റെ പുറത്തുള്ള മസിലിൻ്റെ വീക്ക്നെസ് തൊട്ട്. മസിലിൻ്റെ വീക്ക്നെസ് ഭയങ്കര കോമൺ ഫാക്ടറാണ്. രണ്ട്, മുട്ടിനകത്ത് നീർക്കെട്ട്, ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്ന് പറയും. മുട്ടിൽ നീർക്കെട്ടുണ്ടെങ്കിൽ, അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസോ, അതുപോലെ അല്ലെങ്കിൽ ചില ക്രിസ്റ്റൽ ആർത്രൈറ്റിസ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള നീർക്കെട്ടുള്ള വാതരോഗങ്ങളിൽ മുട്ടുവേദന ഉണ്ടാകാം. അത് കൂടാതെ മുട്ടിനകത്ത് ലിഗമെൻറ്റ്, മെനിസ്കസ് തുടങ്ങിയ നട്ട് ബോൾട്ട് എന്നൊക്കെ പറയും. മുട്ടിൻ്റെ രണ്ട് എല്ലുകളെ പിടിച്ചു നിർത്തുന്ന ലിഗമെൻസോ മെനിസ്കസോ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാലോ അതിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ മുട്ടുവേദന ഉണ്ടാകാം. അതുമല്ലെങ്കിൽ മുട്ടിൻ്റെ കാർട്ടിലേജ് തേയ്മാനം വന്ന് മുട്ട് ശരിക്കും നമ്മൾ പറയുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിലും നമുക്ക് മുട്ടുവേദന ഉണ്ടാകാം. അപ്പം ഇവരിൽ മുട്ട് മാറ്റിവെക്കൽ എന്ന് പറയുന്നത് ഒള്ളി ഇൻഡിക്കേറ്റഡ് ഇൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അത് കാർട്ടിലേജിന് തേയ്മാനം വന്ന് കഴിഞ്ഞ് ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് പലപ്പോഴും മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മൾ ഇൻഡിക്കേറ്റഡ്. ബാക്കിയുള്ളവർക്കെല്ലാം മുട്ട് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുട്ടുവേദന വരുന്നവരിൽ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ മുട്ട് മാറ്റിവെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം, ഫോർ എക്സാമ്പിൾ, എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നമാണ്, ചില ആളുകൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരിക്കും, ആമവാദമായിരിക്കും, നല്ല സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിരിക്കും അവർക്ക്. ആ സമയത്ത് പോയി മുട്ട് മാറ്റി വയ്ക്കാൻ പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പ്രൈമറി ഡിസീസ് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആമവാദം ട്രീറ്റ് ചെയ്ത്, ഇപ്പോൾ ESR 50, 80, 90, 100 ഒക്കെ ഉണ്ട്, മറ്റ് സന്ധികളിലെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഡ്രഗ്സ് കഴിച്ച് ആ നീർക്കെട്ട് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല ശതമാനം ആളുകൾക്ക് വേദന കുറഞ്ഞു വരും. വേദന കുറഞ്ഞു വന്നവർക്ക് നടക്കാൻ, അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് സാധിക്കും. മസിലിൻ്റെ വീക്ക്നെസ്, അതായത് ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ് എന്ന് പറയും. ഇവിടുത്തെ തുടയിലുള്ള മുട്ടിൽ മുകളിലുള്ള തുടയിലെ മസിൽസ് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറേ ആളുകൾക്ക് നല്ല രീതിയിലുള്ള വേദന കുറവ് വരും. കാർട്ടിലേജിന് തേയ്മാനമാണെങ്കിൽ അതിലാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, മുട്ട് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യകത കുറച്ചുകൂടി ഉള്ളത് അതിലാണ്. അപ്പോൾ കാർട്ടിലേജിന് തേയ്മാനമാണ്, കാർട്ടിലേജ് തരുണാസ്ഥിയാണ്. ഈ തരുണാസ്ഥി നമ്മുടെ എല്ലുകളെ കവർ ചെയ്യുന്ന ഒരു ചെറിയൊരു പാടയാണ്. അപ്പോൾ ഈ തരുണാസ്ഥിയുടെ ഗുണം എന്താണ്, ഈ രണ്ട് എല്ലുകൾ നമ്മൾ സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പം ആ തരുണാസ്ഥിക്ക് തേയ്മാനം വരുമ്പോഴാണ് മുട്ട് മാറ്റി വെക്കേണ്ട ആവശ്യകത വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും മുട്ട് മാറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് മുട്ടുമാറ്റി വയ്ക്കേണ്ടത് അതിൽ തന്നെ ചെറിയൊരു പോർഷൻ ആൾക്കാർക്ക് വേണ്ടി മാത്രമേ വരാറുള്ളൂ. അത് ആർക്കാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഒരാൾ മുട്ടുവേദനയായിട്ട് വന്നു, അവർക്ക് ബാക്കിയില്ലത്തെ നീർക്കെട്ടില്ല, അല്ലെങ്കിൽ മസിലിൻ്റെ പ്രശ്നമില്ല, അല്ലെങ്കിൽ കാർട്ടിലേജ് വേറെ ലിഗമെൻ്റ് ഒന്നും പ്രശ്നമില്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ മുട്ട് തേയ്മാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിന് സിമ്പിളായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് സ്റ്റാൻഡിങ് എക്സ്റേ എടുക്കും. മുട്ടിൻ്റെ എക്സ്റേ നിർത്തിയെടുക്കുമ്പോൾ 4 ഗ്രേഡ് ആയിട്ടുണ്ട്. 1, 2, 3, 4 എന്ന് പറയും. അതാണ് ഗ്രേഡിങ് വരുന്നത്. ഈ ഗ്രേഡിൽ ഏതാന്ന് നോക്കും. 1, 2, 3 ഉള്ളവർക്ക് പലപ്പോഴും മുട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യം വരാറേ ഇല്ല. അവരെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്, ഒന്ന്, അവരുടെ ഈ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക. വെയിറ്റ് ലോസ് നല്ല രീതിയിൽ വരിക. ഒരു 5 മുതൽ 10 കിലോ വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വേദന ഒരു 50% കുറയും. മൂന്നാമത്തത്, നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചില മരുന്നുകളൊക്കെ ഉണ്ട്, ഗ്ലൂക്കോസമിൻ പോലെയുള്ള കാർട്ടിലേജ് സപ്ലിമെൻറ്റ് മരുന്ന്, അഫ്ലാപ്പിൻ പോലെയുള്ള കുറേ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന കുറേ മരുന്നുകളുണ്ട്. അത് മരുന്നുകൾ എന്താ ചെയ്യുന്നത്, ഈ കാർട്ടിലേജിനെ പുനരുജ്ജീവിപ്പിക്കും. അപ്പോൾ പുനരുജ്ജീവിപ്പിക്കുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് അതോടെയും വേദന കുറയും. അപ്പോൾ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് നീർക്കെട്ടുണ്ടെങ്കിൽ നീർക്കെട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്ത് ഈ കാർട്ടിലേജിൻ്റെ തേയ്മാനം കുറയ്ക്കുന്ന മരുന്നുകൾ കഴിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ആളുകൾക്ക്, ഒരു 50 മുതൽ 60 അതിന് മുകളിൽ ഒരു 70-80% ആൾക്കാർക്കെങ്കിലും ഒരു 3 to 6 months കഴിയുമ്പോൾ നല്ല രീതിയിൽ വേദന കുറഞ്ഞു വരും. ഈ 70-80 എന്നൊരു കൺസർവേറ്റീവ് ഫിഗറാണ് ഞാൻ പറയുന്നത്. അതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് ഒരു ഏർലി സ്റ്റേജിൽ നല്ല രീതിയിൽ വേദന കുറഞ്ഞു വരും. അപ് ടു 90% വരെയൊക്കെ നല്ല രീതിയിൽ വേദന കുറഞ്ഞു വരും. ആ വേദന കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, പിന്നെ പ്ലാസ്മ തെറാപ്പി പോലെയുള്ള തെറാപ്പീസ് ഉണ്ട്. അത് നമ്മുടെ ബ്ലഡ് എടുത്ത് ശുദ്ധീകരിച്ച് മുട്ടിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന തെറാപ്പി. അത് ചില ആളുകൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതാണ് വേറൊരു മെത്തേഡ്. ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്ന മെത്തേഡാണ്, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞു, ജെനിക്കുലർ നെർവ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതായത് മുട്ടിന് ചുറ്റുമുള്ള ഞരമ്പുകളെ ചെറിയ ഇഞ്ചക്ഷൻ എടുത്ത് മുട്ടിലോട്ടുള്ള ആ വേദന കുറയ്ക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. വളരെ പ്രായമായ ആളുകൾക്ക് മുട്ട് മാറ്റി വയ്ക്കുന്ന ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര വേദനയാണെങ്കിൽ ഈ ജെനിക്കുലർ നെർവ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും വേദന കുറയും. അപ്പോൾ കൺസർവേറ്റീവ് മെഷേഴ്സ് 3 മുതൽ 6 മാസം എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്.
ഈ മുട്ട് തേയ്മാനത്തിൽ തന്നെ, അതായത് കാലിൽ തേയ്മാനം വന്നു കഴിഞ്ഞാൽ മുട്ട് മാറ്റിവെക്കുന്നതിന് മുമ്പ് ഒരു 3 മാസത്തോളം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്ത് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് ചെറിയ മരുന്നുകളൊക്കെ കഴിച്ച് നമ്മൾ നോക്കും. അതുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഒന്ന്, നല്ല രീതിയിലുള്ള അസഹനീയമായ വേദനയുണ്ട്, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് കഴിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും വേദനയാണ്, റെസ്റ്റ് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു. ഈ ജീവിത നിലവാരം എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ്. ചിലർക്കാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതായിരിക്കും ജീവിത നിലവാരത്തിൻ്റെ പാർട്ടിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ലൈഫിൽ നയിക്കുന്നവരുണ്ട്. ചില അമ്മമാർക്കാണെങ്കിൽ അത്രയൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അത് അവരുടെ ഏജ് അനുസരിച്ചിരിക്കും. ഒരാൾക്ക് 55 വയസ്സുള്ള ആൾക്ക് പടി കയറണം, ഓടണം, ചാടണം, എല്ലാം ചെയ്യണം. പക്ഷേ 78 വയസ്സോ 76 വയസ്സുള്ളവർക്ക് എന്താണ്, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നാൽ മതി. അപ്പോൾ നമ്മൾ നോക്കുന്നത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എത്രമാത്രം നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ മുട്ട് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പഴയ പോലെ അല്ല ടെക്നിക്സ്, ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്, നല്ല റിസൾട്ട്സ് ഉണ്ട്. പക്ഷേ പേഷ്യൻ്റ് സെലക്ഷൻ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻ്റ് സെലക്ഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്ത് നല്ലൊരു ഓർത്തോപെഡിക് സർജൻ, നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഓർത്തോപെഡിക് സർജൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 100 പേർക്ക് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ 95% പേർക്കും നല്ല രീതിയിലുള്ള റിസൾട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. 5% ആളുകൾക്ക് മോശം റിസൾട്ട് വരാം. ചിലർക്ക് മുട്ടിന് ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് വരാം. അവരുടെ ലൈഫ് ഡെഫിനറ്റ്ലി അവർക്ക് അത്ര നല്ലതല്ല. നമുക്കറിയാം, ഒരു ഓപ്പറേഷൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിത നിലവാരത്തേക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും. എസ്പെഷ്യലി മുട്ടിൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അത് ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് 5%, 95% ആളുകൾക്കും നല്ല റിസൾട്ടാണ്. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട ജീവിത നിലവാരത്തിലേക്ക് വേദനരഹിതമായ വേദനയ്ക്ക് ഒരു റീസണബിൾ കൺട്രോൾ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് കീ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ജീവിത നിലവാരം എത്തുന്നു, പെയിനൊക്കെ അത്യാവശ്യം കൺട്രോൾഡ് ആണ്, പെയിൻ കില്ലേഴ്സ് ഒന്നും കഴിക്കേണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നീ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരില്ല. ഇതില്ല, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ജീവിത നിലവാരത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നീ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ അതൊരു ഷെയർഡ് ഡിസിഷനാണ്, അല്ലാതെ ഗ്രേഡ് 3 ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ മുട്ട് മാറ്റി വയ്ക്കണം അങ്ങനെയില്ല. നിങ്ങൾ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷന് ശേഷമാണ് ഈ ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ടത്.